Tonight, we made history. In the words of Nelson Mandela, it always seems impossible until it is done. And I will be a mayor who doesn't bow down to corporate interests, doesn't take his orders from billionaires, and sure as hell doesn't let... കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെക്കുറിച്ചുമുള്ള ചർച്ചകളിലുമാണ്. ഇത്രമാത്രം ഗൗരവത്തോടെ അത് ചർച്ചയാകാൻ കാരണം 33 വയസ്സ് മാത്രം പ്രായമുള്ള അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിന് പരിചിതമല്ലാത്ത രാഷ്ട്രീയം പറയുന്ന ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡെമോക്രാറ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഈ സൊഹ്റാനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും താരം. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള ന്യൂയോർക്കിൽ മംദാനി മേയറാകും എന്ന് ഉറപ്പായിരിക്കുന്നു. ആരാണ് സൊഹ്റാൻ മംദാനി? പ്രശസ്ത ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ് സൊഹ്റാൻ മംദാനി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും പ്രൊഫസർ മഹമ്മൂദ് മംദാനിയാണ് പിതാവ്. 1946 ബോംബെയിൽ ജനിച്ച ഗുജറാത്തി മുസ്ലിമാണ് അദ്ദേഹം. ആഫ്രിക്കയിലേക്ക് കുടിയേറിയ മംദാനി കുടുംബം പിന്നെ സ്ഥിരതാമസമാക്കിയത് ഉഗാണ്ടയിലെ കമ്പാലയിലായിരുന്നു. കൊളംബിയ സർവകലാശാലയിലെ ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, ആഫ്രിക്കൻ സ്റ്റഡീസ് പ്രൊഫസറാണ് അദ്ദേഹം ഇപ്പോൾ. ഒപ്പം കമ്പാല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും. മഹമ്മൂദ് മംദാനി മകന് നൽകിയ മുഴുവൻ പേര് സൊഹ്റാൻ ക്വാമെ മംദാനി എന്നാണ്. ഘാനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പ്രശസ്തനായ ആഫ്രിക്കൻ രാഷ്ട്രീയ നേതാവും സോഷ്യലിസ്റ്റുമായിരുന്ന ക്വാമെ ഗ്രൂംബായുടെ പേരാണ് അദ്ദേഹം മകന് നൽകിയത്. 2015 സൊഹ്റാൻ മംദാനി അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഏഷ്യൻ വംശജരുടെ പ്രശ്നങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന അലി നജ്മി എന്ന അഭിഭാഷകന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സൊഹ്റാന്റെ രാഷ്ട്രീയ പ്രവേശനം. തുടർന്ന് സൊഹ്റാൻ 2017 ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ സംഘടനയിൽ അംഗമായി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ടും നരേന്ദ്രമോദിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ടും ഹിന്ദു വർഗീയതയ്ക്കെതിരായ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സൊഹ്റാൻ. My father, his family comes from Gujarat in India, and his family is Muslim. I'm Muslim, and Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat, to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am... സിറിയൻ വംശജയായ ചിത്രകാരി റാമ ദുവാജിയാണ് സൊഹ്റാന്റെ ഭാര്യ. ഈ വർഷം നവംബർ 4 ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി കർട്ടിസ് ലിവ പോളിഷ് ഇറ്റാലിയൻ വംശജനാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം ഏഷ്യൻ മില്ലേനിയൽ മേയറാകും സൊഹ്റാൻ മംദാനി. പരമ്പരാഗതമായി വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇരു പാർട്ടികളും. എന്നാൽ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ശക്തമായ ആഭിമുഖ്യം പുലർത്തുന്ന സൊഹ്റാൻ സൗജന്യമായ പൊതുഗതാഗത സംവിധാനവും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതുമെല്ലാമാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്താകമാനമുള്ള മനുഷ്യ ചൂഷണങ്ങളെയും വംശഹത്യയെയും എതിർക്കുന്ന സൊഹ്റാൻ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ശക്തമായ നിലപാടുള്ളയാളാണ്. ന്യൂയോർക്കിൽ വന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ശക്തമായ വിമർശകനാണ് സൊഹ്റാൻ. സൊഹ്റാന്റെ വിജയം ട്രംപിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. സൊഹ്റാനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. സൊഹ്റാനെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയത്തിൽ അയക്കുമെന്ന് വരെ പറയുകയുണ്ടായി. 4 വർഷം മുൻപ് സഖാവ് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുത്ത വാർത്ത റീട്വീറ്റ് ചെയ്ത് ന്യൂയോർക്കിലും വേണ്ടത് ഇത്തരത്തിലുള്ള മേയറാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ നേതൃത്വവും അവർക്ക് പിന്തുണ നൽകുന്ന വലിയ ജനസമൂഹവും മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയിലും വളർന്നു വരുന്നത് ലോകത്താകമാനമുള്ള മുതലാളിത്ത പ്രതിരോധങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സൊഹ്റാൻ മംദാനിയുടെ വിജയം ഒരു ശുഭ സൂചന കൂടിയാണ്.